സാധനം കയറിയെന്നും പറഞ്ഞ് ഈ സർക്കാർ ആവശ്യമില്ലാതെ പറഞ്ഞ് മീൻ കഴിച്ചുകൂടാന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി ഒറ്റ വിധത്തിന് മീൻ വാങ്ങിക്കുന്നില്ല. 650 രൂപ വരെ വീണ നെമ്മീൻ ചൂരയാണ്. അത് 10 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് ഒരു ഇതിലും വിൽക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നമുണ്ടായി. അല്ലെങ്കിൽ ഈ മത്സ്യമേഖലയിലുള്ള ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളികളെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു ഫിഷറീസ് മന്ത്രിയുണ്ട്. അവരെ ഇതിൻ്റെ ഈ ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ ഒന്നും ചെയ്യുന്നില്ല. കൊണ്ടുപോയി ഇവിടെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന മീനുകളൊന്നും പോകണില്ല. സർക്കാർ ഇങ്ങനെ പറഞ്ഞ് പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് കുറച്ച് പേര് രക്ഷിക്കാൻ പോയി. അപ്പോൾ രക്ഷാസൈന്യം എന്നൊരു പേര് കൊടുത്തു. അത് തന്നെ ആകെപ്പാടെ ഞങ്ങൾക്ക് കിട്ടിയ നേട്ടം. ഇപ്പോൾ നോക്കിയാണ് ഞങ്ങൾ ഇവിടുന്ന് 600-650 രൂപ. അത് കടൽ മൊത്തം പ്രശ്നമാണ്. ഈ ഇത്രയും തിരയുള്ള സ്ഥലത്ത് ആൾക്കാർ പിടിച്ചുകൊണ്ടുവന്ന മീനാണ്. ഒരെണ്ണത്തിന് 600 രൂപ കൊടുത്തതാണ്. 10-20 എണ്ണം എടുത്തു. മഹാനഷ്ടമായി പോണു. ഈ സർക്കാർ എന്തുകൊണ്ട് പറയുന്നില്ല? ഈ ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ സർക്കാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും മത്സ്യത്തൊഴിലാളികളെന്നും മറ്റും പറഞ്ഞെന്ന് പറയുന്ന ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കുന്നു? മത്സ്യമേഖലയിലുള്ള മന്ത്രി എവിടെ പോയി കിടക്കുന്നു? മത്സ്യത്തൊഴിലാളികളെ സ്നേഹിക്കുന്ന മന്ത്രി ഇലക്ഷന് വേണ്ടി ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കുന്നു? ഞങ്ങൾക്ക് എന്തുമാത്രം നഷ്ടമെന്നറിയാവോ? നിങ്ങൾ നോക്കിയാൽ അവർ കൊണ്ടുപോയ മീനുകളാണ്. മക്കളെ വളർത്തും ഇങ്ങനെയായ ഞങ്ങൾ ആത്മഹത്യ ചെയ്യട്ടാ. ഒന്നാമത് ആത്മഹത്യയുടെ വക്കീലാണ്. നമ്മൾ ഈ ലോണും മറ്റുമൊക്കെ അടയ്ക്കേണ്ടവരാണ്. ഇതെല്ലാം കൊണ്ടുപോയി മക്കളെ പഠിപ്പിക്കണം, എല്ലാം ചെയ്യണം. ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതിങ്ങനെ വിൽക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഇത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വ്യാപിച്ച് മന്ത്രിമാർക്ക് തരണോ? അതോ മത്സ്യഫെഡിൻ്റെ അവിടെ കൊണ്ട് ഞങ്ങൾ വ്യാപിക്കണോ? ഞങ്ങളുടെ നഷ്ടം ഞങ്ങൾ ആര് 10-20 ചൂര 600 രൂപ ചെന്ന് കൂട്ടി നോക്കണം. നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ടാൽ കിട്ടാത്ത പൈസയാണ്.